സംസ്ഥാന നേതൃത്വം മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറണമെന്ന് ആവശ്യപ്പെട്ടിട്ടും രാജിവെക്കാൻ തയ്യാറാകാതെ നിന്ന കെ ശശീന്ദ്രൻ ഇപ്പോൾ വാശിയെല്ലാം അവസാനിപ്പിക്കുകയാണ്. രണ്ടാം പിണറായി മന്ത്രിസഭയുടെ ശേഷിക്കുന്ന കാലാവധിയിൽ കുട്ടനാട് MLA തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന് വ്യക്തമാക്കിയിട്ടും ശശീന്ദ്രൻ സ്ഥാനമൊഴിയാത്തത് NCP സംസ്ഥാന ഘടകത്തിൽ വൻ പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു. പ്രതിസന്ധി രൂക്ഷമായതോടെ സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോ ജില്ലാ പ്രസിഡന്റുമാരുടെയും സംസ്ഥാന ഭാരവാഹികളുടെയും അടിയന്തര യോഗവും വിളിച്ചിരുന്നു. പാർട്ടി ആവശ്യപ്പെട്ടിട്ടും രാജിവെക്കാതെ പിടിച്ചു നിൽക്കുന്ന ശശീന്ദ്രൻ മുഖ്യമന്ത്രിയുടെ പിന്തുണയിലാണ് പാർട്ടിയെ വെല്ലുവിളിക്കുന്നത് എന്നായിരുന്നു നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ശശീന്ദ്രന്റെ രാജിയിൽ തീരുമാനമുണ്ടാക്കാൻ ഇടപെടൽ അഭ്യർത്ഥിച്ച് മുഖ്യമന്ത്രിയെ കാണാനുള്ള ശ്രമത്തിലായിരുന്നു തോമസ് കെ തോമസ്. ദേശീയ അധ്യക്ഷൻ ശരത് പവാറിനെ കാണാനുള്ള യാത്ര ഒഴിവാക്കിക്കൊണ്ട് തിരുവനന്തപുരത്ത് തന്നെ ക്യാമ്പ് ചെയ്യുകയായിരുന്നു തോമസ് കെ തോമസ്. എന്നാൽ മന്ത്രി പദവിയെ ചൊല്ലി NCPയിൽ രൂക്ഷമായ ഇതേ തർക്കം പരിഹരിക്കാനുള്ള ഫോർമുലയുമായി ശശീന്ദ്രൻ പക്ഷം രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ്. കെ ശശീന്ദ്രനെ പാർട്ടി സംസ്ഥാന പ്രസിഡന്റാക്കിയാൽ അദ്ദേഹം മന്ത്രി പദവി ഉപേക്ഷിക്കുമെന്നും നിലവിൽ പ്രസിഡന്റായ PC ചാക്കോയ്ക്ക് അദ്ദേഹം വഹിക്കുന്ന ദേശീയ വർക്കിംഗ് കമ്മിറ്റി പ്രസിഡന്റ് പദവിയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താനാകുമെന്നതാണ് ഈ ഫോർമുല. ഇതുവഴി തോമസ് കെ തോമസിനെ മന്ത്രിസ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുകയുമാവാം. കെ ശശീന്ദ്രൻ തന്നെ ഏതാണ്ട് സന്നദ്ധനായ ഇതേ ഫോർമുല പക്ഷെ പരിഗണിക്കാനും ചർച്ച ചെയ്യാനും നേതൃത്വം തയ്യാറാവുന്നില്ല എന്ന പരാതിയാണ് ആ വിഭാഗത്തിന് ഉള്ളത്. മന്ത്രിസഭയുടെ കാലാവധി കഴിയുന്നതുവരെ കെ ശശീന്ദ്രൻ തന്നെ മന്ത്രിയെ തുടരുമെന്ന് ആദ്യകാലങ്ങളിൽ പറഞ്ഞ സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോ സമീപകാലത്ത് ശശീന്ദ്രൻ ഒഴിയണമെന്നും തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്നുള്ള നിലപാടിലേക്ക് മാറിയിരുന്നതിന് പിന്നിൽ ശശീന്ദ്രൻ പക്ഷത്ത് പലരും ദുരൂഹത മണക്കുന്നുണ്ട് എന്ന് പ്രഖ്യാപിച്ചിരുന്നു. PC ചാക്കോയുടെ പ്രവർത്തന രീതി പാർട്ടിയെ നിർജീവമാക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണെന്ന ആക്ഷേപം ഒരു വിഭാഗത്തിനുമുണ്ട്. തെരഞ്ഞെടുക്കപ്പെട്ട എക്സിക്യൂട്ടീവിലേക്ക് ഇടയ്ക്കിടെ പാർട്ടിയിൽ ഒരു പാരമ്പര്യവുമില്ലാത്തവരെ നാമനിർദ്ദേശം ചെയ്യുന്നു എന്നും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ പോലുമല്ലാത്തവരെ സംസ്ഥാന സെക്രട്ടേറിയറ്റാക്കി സംസ്ഥാന പ്രസിഡന്റിനെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ മൈക്കിലൂടെ എതിർത്ത് സംസാരിച്ചയാളെ മന്ത്രിയാക്കാൻ ഇപ്പോൾ കാണിക്കുന്ന ഉത്സാഹത്തിന് പിന്നിൽ അസാധാരണമായ എന്തോ ഉണ്ടെന്നാണ് ശശീന്ദ്രൻ പക്ഷത്തിലുള്ള ചിലരുടെ സംശയം. മന്ത്രിസ്ഥാനത്തെ ചൊല്ലി തർക്കം മൂത്താൽ മന്ത്രിക്ക് ആഘാതമേൽക്കുന്ന തീരുമാനം മുന്നണിയെ നയിക്കുന്ന CPMന് ഉണ്ടായേക്കാമെന്നും ഭയക്കുന്നവരുമുണ്ട്. മന്ത്രി പദവിയിൽ നിന്ന് മാറ്റിയാൽ MLA സ്ഥാനവും രാജിവെക്കുമെന്ന ശശീന്ദ്രൻ യാഥാർത്ഥ്യമാക്കുമോ എന്ന സംശയം ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. ശശീന്ദ്രനെ ഒഴിവാക്കി തോമസ് കെ തോമസിനെ മന്ത്രിസ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചാൽ തീർത്തും അപ്രധാനമായ വകുപ്പിലേക്ക് ഒതുക്കപ്പെട്ടേക്കാമെന്ന ഭീതിയും മറുഭാഗത്തുണ്ട്. ഇതിനെല്ലാം ഉപരി പാർട്ടിയിൽ പാരമ്പര്യമായി പ്രവർത്തിക്കുന്നവർ ഭയക്കുന്നത് NCPയുടെ മന്ത്രിസ്ഥാനം RJDക്ക് നൽകി അവരുടെ പിണക്കം മന്ത്രിസഭയുടെ അവസാന കാലത്ത് ഇല്ലാതാക്കാൻ CPM തീരുമാനിച്ചാലോ എന്നതാണ്. ഇത്തരം ഭീഷണികൾ ഒഴിവാക്കാൻ തോമസ് കെ തോമസിന് മന്ത്രി പദവി, ശശീന്ദ്രൻ പാർട്ടി പ്രസിഡന്റ് സ്ഥാനം, PC ചാക്കോയ്ക്ക് നിലവിലുള്ള വർക്കിംഗ് പ്രസിഡന്റ് പദവി എന്നീ ഫോർമുല എല്ലാവരും അംഗീകരിക്കുന്നതാണ് നല്ലതെന്ന ഒരു വിഭാഗം വിശ്വസിക്കുന്നുമുണ്ട്. ദേശീയ തലത്തിൽ കൂടുതൽ ശ്രദ്ധിച്ചാൽ മഹാരാഷ്ട്രയിൽ നിന്ന് ചാക്കോയ്ക്ക് രാജ്യസഭയിലെത്താനുള്ള സാധ്യതയും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോയുടെ പിന്തുണയിലാണ് മന്ത്രിസ്ഥാനത്തേക്കുള്ള തോമസ് കെ തോമസിന്റെ നീക്കം. രാജ്യാവശ്യം അവഗണിച്ച് മന്ത്രിസ്ഥാനത്ത് തുടരുമ്പോഴും NCPയിൽ കെ ശശീന്ദ്രന് പിന്തുണ നഷ്ടമാവുകയാണ്. മന്ത്രിസ്ഥാനം വീതം വയ്ക്കാൻ തീരുമാനമെടുത്ത സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ പിന്തുണച്ചവർ പോലും ഇപ്പോൾ ശശീന്ദ്രനെ കൈയൊഴിയുന്ന അവസ്ഥയിലുമാണ്. സ്വന്തം തട്ടകമായ കോഴിക്കോട്ടെ ജില്ലാ നേതൃത്വമാണ് ശശീന്ദ്രനെ കൈവിട്ടത്. സംസ്ഥാന അധ്യക്ഷന്റെ തീരുമാനത്തിനൊപ്പം നിൽക്കാനാണ് നേരത്തെ ശശീന്ദ്രന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച NCP കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ഇന്നത്തെ തീരുമാനം. കെ ശശീന്ദ്രൻ രാജിവെച്ച് തോമസ് കെ തോമസിന് അവസരം നൽകണമെന്നാണ് കഴിഞ്ഞ ദിവസം ചേർന്ന കോഴിക്കോട് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഒരു വിഭാഗം ആവശ്യപ്പെട്ടത്. MLA സ്ഥാനം രാജിവെക്കുമെന്ന കെ ശശീന്ദ്രന്റെ ഭീഷണിക്ക് എതിരെയും യോഗത്തിൽ കടുത്ത വിമർശനം ഉയർന്നിരുന്നു. ശശീന്ദ്രനെ അനുകൂലിക്കുന്ന വിഭാഗം ഇതിനെ എതിർത്തതോടെ ചേരിതിരിഞ്ഞുള്ള തർക്കവും നടന്നു. ഭിന്നത രൂക്ഷമായതോടെ മന്ത്രിമാറ്റം സംസ്ഥാന അധ്യക്ഷന്റെ തീരുമാനത്തിന് വിട്ടു നൽകുകയായിരുന്നു. സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോയുടെ നിർദ്ദേശപ്രകാരമാണ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി യോഗം കഴിഞ്ഞ ദിവസം ചേർന്നിരുന്നത്. ശശീന്ദ്രനെ പിന്തുണച്ചിരുന്ന ഏക ജില്ലാ ഘടകത്തിന്റെ തീരുമാനവും അനുകൂലമാക്കിയെടുക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ PC ചാക്കോയുടെ തന്ത്രം. കെ ശശീന്ദ്രനൊപ്പം നിന്നിരുന്ന കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മുക്കം മുഹമ്മദും കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞിരുന്നു. ശശീന്ദ്രൻ രാജിവെച്ച് തോമസ് കെ തോമസിന് അവസരം നൽകണമെന്ന നിർദ്ദേശം വെച്ചത് മുക്കം മുഹമ്മദുമായിരുന്നു. പാർട്ടി നിർദ്ദേശം അനുസരിച്ച് രാജിവെക്കാൻ കെ ശശീന്ദ്രൻ തയ്യാറാവുന്നില്ല എങ്കിൽ മറ്റ് ജില്ലാ കമ്മിറ്റികൾ കൂടി വിളിച്ചു ചേർത്ത് രാജി ആവശ്യം ഉന്നയിക്കാൻ തീരുമാനവുമുണ്ട്. ഇന്നത്തെ സംസ്ഥാന ഭാരവാഹികളുടെയും ജില്ലാ പ്രസിഡന്റുമാരുടെയും യോഗത്തിലെ തീരുമാനമനുസരിച്ചാകും മറ്റ് നടപടികൾ ഉണ്ടാവുക. മന്ത്രിസ്ഥാനം സംബന്ധിച്ച് NCP സംസ്ഥാന ഘടകത്തിൽ ഉണ്ടായിരിക്കുന്ന ഇപ്പോഴത്തെ തർക്കത്തിന് 2020
AC ഷൺമുഖദാസും VC കബീറും തമ്മിലുണ്ടായ തർക്കത്തിന് സമാനം തന്നെയാണ്. അന്ന് NCP-യിലായിരുന്നില്ല തർക്കം, അതിന്റെ പൂർവ്വരൂപമായ കോൺഗ്രസ് എസിലായിരുന്നു എന്നത് മാത്രം. EK നായനാർ മന്ത്രിസഭയിൽ ആരോഗ്യമന്ത്രിയായിരുന്ന AC ഷൺമുഖദാസ് അവസാന വർഷം രാജിവെച്ച സ്ഥാനം VC കബീറിന് നൽകണമെന്ന് സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചു. എന്നാൽ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞുകൊടുക്കാൻ ഷൺമുഖദാസ് കൂട്ടാക്കിയിരുന്നുമില്ല. ആഗ്രഹിച്ച മന്ത്രിസ്ഥാനം ലഭിക്കില്ലെന്ന് വന്നതോടുകൂടി പാർട്ടി പിളർത്തി പുറത്തു പോകാൻ VC കബീറും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും തീരുമാനിച്ചു. പാർട്ടി പിളരുമെന്ന് വന്നതോടെ കടുംപിടുത്തം മാറ്റിവെച്ച് രാജിവെക്കാൻ AC ഷൺമുഖദാസ് സന്നദ്ധമായി. അങ്ങനെയാണ് 2000 ജനുവരി 19-ന് VC കബീർ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ഷൺമുഖദാസിന്റെ ഉറ്റ സുഹൃത്തും അനുയായിയുമായിരുന്ന AK ശശീന്ദ്രനും ഇതേ മാതൃക പിന്തുടരണമെന്നാണ് കോൺഗ്രസ് എസിന്റെ കാലം മുതൽ തന്നെ പാർട്ടിയിലുള്ള നേതാക്കൾ അഭിപ്രായപ്പെട്ടിരുന്നത്. ഇപ്പോൾ വീണ്ടും ചരിത്രം ആവർത്തിക്കുകയാണ്.